മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിങ്ങിൻ്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റിൻ്റെ മീനിങ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങൾ അതിൻ്റെ സ്വഭാവങ്ങൾ അനുസരിച്ചും അല്ലെങ്കിൽ പർപ്പസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ് കേട്ടോ. ഈ ഓഡിറ്റിങ്ങിൽ ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ ഹെഡിങ് വെച്ച് തന്നെ അതിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ എളുപ്പമുള്ളൊരു പോർഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ചിലപ്പം ഓപ്ഷണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ലോ പ്രകാരം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളുമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഓർഗനൈസേഷൻ എന്താണ്, ആ ഓർഗനൈസേഷൻ ഒരു ലോ അല്ലെങ്കിൽ ലോയുടെ ആസ് പെർ എന്താണ്, കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം, ബാങ്ക് റെഗുലേഷൻ അല്ലെങ്കിൽ ബാങ്കിങ് കൺസേൺ ആണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായും ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഡിറ്റുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കാം. എന്തെന്ന് വെച്ചാൽ ലീഗലി അത് എന്ത് ചെയ്യണം, ലീഗലി അത്തരത്തിൽ ഒരു ഓഡിറ്റ് ഉറപ്പായിട്ടും നടത്തിയിരിക്കണം എന്നുള്ളതാണ്. എന്താണ്, സ്റ്റാറ്റ്യൂട്ട് പ്രകാരം എന്ത് ചെയ്തിരിക്കണം, ആ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം. സോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എങ്ങനെ പറയാം, ഇപ്പോൾ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ. എന്താണ്, ഓഡിറ്റ് മെയ്ഡ് കമ്പൽസറി ബൈ ലോ. ഓക്കെ, ഇൻ ആൻ എന്റർപ്രൈസസ് ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഈസ് എ ലീഗലി റിക്വയർഡ് ഓഡിറ്റ്. എന്തിനാണ്, ഓഡിറ്റിൻ്റെ പർപ്പസ് അത് എന്ത് ടൈപ്പ് ആണെങ്കിലും ഓഡിറ്റിൻ്റെ പർപ്പസ് എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്, ഫിനാൻഷ്യൽ കൺസേൺ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ ഏതിൻ്റെ ബേസിലാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതിലാണ് ഇവിടുത്തെ വ്യത്യാസം. സോ ലീഗലി റിക്വയർഡ് ആണ്. ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള ഒരു എന്താണ്, ഓർഗനൈസേഷൻ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യാം, സ്വമേധയാ ഓഡിറ്റ് നടത്തി മനസ്സിലാക്കാം. കാരണം എന്ത് ചെയ്യണം, അവരുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇത് എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് ലീഗലി എന്ത് ചെയ്തിരിക്കണം, അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം. ഇവിടുത്തെ വേർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള 2-3 വേർഡേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ ഒത്തിരി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. ലീഗലി റിക്വയർഡ്, കമ്പൽസറി ബൈ ലോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഓഡിറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. ഇത്രയേ ഉള്ളൂ, തീർന്നു. The purpose of the statutory audit is to determine whether the organization is providing a fair and accurate representation of its financial position. നേരത്തെ പറഞ്ഞ പോലെ ഓഡിറ്റ് പല വിധത്തിലാണെങ്കിലും എന്താണ് അതിൻ്റെ പുറകിൽ എന്താണുള്ള ഉദ്ദേശം, പ്രൈമറി സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ, അത് ഏത് ടൈപ്പ് ഓഡിറ്റ് ആണെങ്കിലും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട 3 പോയിന്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് എന്തൊക്കെ പറയാം, അണ്ടർടേക്കിംഗ് സബ്ജക്ട് ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. കമ്പനീസ് ആക്ട് 2030 പ്രകാരം ഓഡിറ്റ് ചെയ്തേ പറ്റൂ, ഒരു പരിപാടി നടക്കത്തില്ല. ബാങ്കിങ് കമ്പനീസ് ഗവേൺഡ് ബൈ ദ ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949. ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനീസ് ഗവേൺഡ് ബൈ ദ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1948. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. Public and charitable trust registered under Religious and Other Endowment Act. Societies registered under Societies Registration Act 1860. Corporation set up under the Act of Parliament or State Legislature such as the Life Insurance Corporation of India. ഇതൊക്കെ നമുക്ക് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ മുൻപന്തിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ആ ഒരു 3 പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ ഏതൊക്കെ അണ്ടർടേക്കിങ്സ് ആണ് ഇതിൻ്റെ കീഴിൽ വരുന്നത് എന്നുള്ളത് ഒന്ന് കൃത്യമായി പഠിച്ചാൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ടൈപ്പിലോട്ട് പോകാം, ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ റിവ്യൂ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർടേക്കൺ വിത്തിൻ എ ബിസിനസ് by specially assigned staff of the organization. It is a post-transaction review to evaluate the records correctness and the operation effectiveness. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്? ഈ നമ്മൾ പറയുന്ന ഓഡിറ്റുമായിട്ട് ഇതിന് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നോർമലി നമ്മൾ പറയുന്നത് ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം. ഓർഗനൈസേഷനുമായിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്
ഓഡിറ്റർ നമ്മൾ പഠിച്ചു അല്ലേ. അതെന്താണ്? എക്സ്റ്റേണൽ ഓഡിറ്റർ നമുക്ക് വിളിക്കാം. ഓഡിറ്റർ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്റ്റേണൽ ഓഡിറ്റർ. ഇനി നമുക്കൊരു ഇൻറ്റേർണൽ ഓഡിറ്റർ ഉണ്ട് കേട്ടോ. എക്സ്റ്റേണൽ ഓഡിറ്ററിന് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററിന് ബന്ധമുണ്ട്. കാരണം ഇപ്പോൾ ഒരു മെയിൻ ഓഡിറ്റ് നടക്കാൻ പോവുകയാണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് നടക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് ആ ഒരു പർട്ടിക്കുലർ കമ്പനി പറയുന്നു നമ്മുടെ ഓർഗനൈസേഷൻ്റെ കറക്റ്റ്നെസ് മൊത്തത്തിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നു. അങ്ങനെ മാനേജ്മെൻറ്റ് ഒരു ഓഡിറ്ററിനെ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷന് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ളതോ അല്ലെങ്കിൽ ഓർഗനൈസേഷന് താല്പര്യമുള്ള ഒരു വ്യക്തിയെ കൊണ്ടോ എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് നടത്തുന്നു. അയാൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആവണമെന്ന് ഒരു ബന്ധവും ഇല്ല. ചിലപ്പോൾ ഓർഗനൈസേഷനകത്ത് തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാഫ് ആവാം. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം എന്ത് ചെയ്യുന്നു? കറക്റ്റാണെന്ന് നോക്കുന്നു, കറക്റ്റ്നെസ് അവിടെ ചെക്ക് ചെയ്യുന്നു. ഈ പരിപാടിയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തിയ ഒരു ഓർഗനൈസേഷൻ ആണ് എങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻറ്റേർണൽ ഓഡിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? കറക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പക്ഷേ എക്സ്പെൻസീവാണ്. നമുക്കത് പ്രത്യേകിച്ച് നമ്മളൊരു പേഴ്സൺ അസൈൻ ചെയ്യുമ്പോൾ അത് എക്സ്പെൻസീവാണ്. പക്ഷേ ഓർഗനൈസേഷൻസുകൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കമ്പൽസറി ഓഡിറ്റിന് മുന്നേ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്താം അല്ലേ. അപ്പോൾ ഓർത്തോണം, ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് താല്പര്യമുള്ള ഒരു വ്യക്തി അല്ലേ, ഓർഗനൈസേഷനുമായി റിലേറ്റ് ചെയ്തൊരു വ്യക്തിയായിരിക്കും, ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ അല്ല എന്നുള്ളതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇൻറ്റേർണലും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓർഗനൈസേഷനെ പറ്റി അതിൻ്റെ എന്താണ് മെയിൻ ഓഡിറ്റ് നടത്തുന്നതിന് മുന്നേ തന്നെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കറക്റ്റ്നെസ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ്നെസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അസൈൻഡ് സ്റ്റാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ ആയിരിക്കും കേട്ടോ. മാനേജ്മെൻ്റ് ആയിരിക്കും അത് ഡിസൈഡ് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് ഓഡിറ്റ്. അടുത്തെന്താണ്? കണ്ടിന്യൂസ് ഓഡിറ്റ്. അപ്പോൾ അതായത് ഓഡിറ്റ് നമ്മൾ പറഞ്ഞ പോലെ പല വിധത്തിലുണ്ട്. ഇപ്പം നോർമലി നമ്മൾ കേട്ടിട്ടുള്ള ഓഡിറ്റ് എങ്ങനെയാണ്? അതായത് നമ്മൾ പഠിക്കില്ലേ, അതായത് ബുക്ക് കീപ്പിംഗ് എവിടെയാണോ എൻഡ്സ് വേർ എന്താണ് നമുക്കവിടെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് പറയാം. ദെൻ അക്കൗണ്ടിങ് എവിടെയാണോ നിർത്തുന്നത് അവിടെ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓഡിറ്റിംഗ് നോർമലി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റിംഗ് നമുക്കവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ചില കൺസേണിന് ഈ പറയുന്ന പോലെ മാർച്ച് വരെ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം തിരിച്ച് വളരെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് വളരെ കൂടുതൽ ട്രാൻസാക്ഷൻസ് കാണും, വളരെ വലിയ കൺസേൺ ആണ്. അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും കൂടി ഉണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഈ ഒരു എന്താണ് ഇയർ എൻഡിൽ ഓഡിറ്റ് നടത്തുക എന്ന് പറയുന്ന ഒരു ചടങ്ങിനോട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും 2 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസുകൾ, കമ്പനികളായിക്കോട്ടെ, സൊസൈറ്റികളൊക്കെ വരാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് അവർ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സൈഡിൽ കൂടെ ഓർഗനൈസേഷൻസിൻ്റെ ട്രാൻസാക്ഷൻസും വർക്കിങ്ങും നടന്നുകൊണ്ടിരിക്കും, അതേപോലെ തന്നെ അതിനോടൊപ്പം എന്ത് ചെയ്യും? ഓഡിറ്റും ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? ത്രൂ ഔട്ട് ദ ഇയർ. ഇപ്പോൾ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താ വർഷം ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ വരുന്ന ആളാണോ? ഇല്ല. കണ്ടിന്യൂസ് ഓഡിറ്റിനെ സംബന്ധിച്ച് സ്ഥിരം വരുന്ന പുള്ളിയാണ് ആര്? ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എല്ലാ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദി ഇയർ വർക്ക് നടക്കും, അതോടൊപ്പം തന്നെ ഓഡിറ്റ് നടക്കും. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് തീരുമ്പോൾ, ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോൾ ഓഡിറ്റിങ്ങും തീരും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെയിൽവേ ഒക്കെ ആണെങ്കിൽ ശരിക്കും കണ്ടിന്യൂസ് ഓഡിറ്റാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം ഫിനാൻഷ്യൽ ഇയർ എൻഡ് അവർക്ക് എന്ത് ചെയ്യണം? വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസുകൾ എന്ത് ചെയ്യും? പ്രൈവറ്റും പബ്ലിക് കമ്പനീസുകളും എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ഓഡിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? ഓപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു എക്സ്പ്ലനേഷനിലോട്ട് പോകാം. Audit work done in an enterprise continuously throughout the course of the accounting year at a regular or a irregular intervals is called a continuous audit. ചിലപ്പോൾ അവർ ഇതിങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിലായിരിക്കും വന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർ വന്ന്
എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ദ എക്സ്റ്റേണൽ ഓഡിറ്റർ മേക്സ് എ thorough and detailed examination of the books of accounts with the help of relevant documents. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ എന്താണ്, കണ്ടിന്യൂസ് മറ്റത് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം നമുക്കുണ്ടാവില്ല, ഇല്ലേ, വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ഓഡിറ്റിൽ അങ്ങനെയല്ല, ഇഷ്ടംപോലെ ടൈമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓരോന്നും കൃത്യമായി ഡോക്യുമെൻസുകളെല്ലാം കൃത്യമായി നോക്കി വളരെ ക്ലാരിറ്റിയോടുകൂടി അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പോകും കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗുണം എന്തിനുണ്ട്, കണ്ടിന്യൂസ് ഓഡിറ്റിന് ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ, ഫൈനൽ ഓഡിറ്റ് പോലെ അല്ല. ഇൻ കണ്ടിന്യൂസ് ഓഡിറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഗോ ഇസ് സൈഡ് ബൈ സൈഡ്. ഞാനിത് പറഞ്ഞ പോലെ അക്കൗണ്ടിങ് തീർന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല, അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് പോകുന്നു. ആൻഡ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ് ദ ഓഡിറ്റർ ചെക്ക് ദ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പം ഫുള്ള് നോക്കുമ്പോൾ എന്താണ്, ലാസ്റ്റ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഓഡിറ്ററിന് എന്ത് ചെയ്താൽ മതി, ഓഡിറ്ററിനും എന്ത് ചെക്ക് ചെയ്താൽ മതി, ഫൈനൽ അക്കൗണ്ട്സ് ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ മൊത്തം എന്താണ്, ത്രൂ ഔട്ട് ദ ഇയർ എന്ത് ചെയ്യുവാണ്, ട്രാൻസാക്ഷൻസ് എല്ലാം വെരിഫൈ ചെയ്ത് വരുമല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഓവർലോഡ് വർക്ക് അവിടെ വരുന്നുണ്ടോ, ഇല്ല. അപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് റെയിൽവേ അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ തന്നെ എത്തരത്തിലാണ്, ന്യൂമറസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉള്ള കമ്പനീസുകൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിലെ എൻഡിൽ തന്നെ വളരെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടി വരുന്ന കമ്പനീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ഓഡിറ്റ് ആയിരിക്കും അവർ എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക കേട്ടോ. This type of audit enables the concern to publish the profit and loss account and the balance sheet soon after the closing of the accounting year. നമുക്ക് മാർച്ച് ഇയർ എൻഡിൽ, ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യും, നമുക്കവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഫൈനൽ അക്കൗണ്ട്സുകളെല്ലാം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ തരത്തിൽ റെഡിയാകും അല്ലേ. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യാം, ഓഡിറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് അല്ലെങ്കിൽ റണ്ണിങ് ഓഡിറ്റ്. അതർ നെയിമും കൂടെ ഒന്ന് ഓർത്തിരിക്കാമല്ലോ, എളുപ്പമല്ല. എന്തുകൊണ്ടായിരിക്കും റണ്ണിങ്, ആരുടെ കൂടെ ഓടുവാണ്, അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ ഓഡിറ്ററും കൂടെ ഓടുമല്ലേ, അങ്ങനെ ഓർത്തിരുന്നാൽ മതിയല്ലോ. റണ്ണിങ് ഓഡിറ്റാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസിന് മറ്റൊന്ന് പറയാം, ഡീറ്റെയിൽഡ്. എന്താണ്, അയാൾക്ക് ഇരുന്ന് നല്ല വിശാലമായി ചെക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലേ, ഡീറ്റെയിൽഡ് ഓഡിറ്റിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇപ്പം എല്ലാത്തിനും നമുക്കതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് വരുമ്പോഴത്തേക്കും ഓർഡർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എന്താണ് വഴിയുണ്ട് അല്ലേ, അതിനുള്ള ഇതുണ്ട്. പിന്നെ വളരെ എക്സ്പെൻസീവാണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ആണെങ്കിൽ പോലും അവിടെ മാനിപ്പുലേഷനൊക്കെ നടക്കാൻ വളരെ ചാൻസ് ഉണ്ട് കേട്ടോ. അതിനർത്ഥം അവിടെ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടക്കില്ല എന്നുള്ളതല്ല. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും നമുക്ക് മാനിപ്പുലേഷൻസുകൾ നടത്താൻ സാധിക്കും. ഓൾറെഡി ചെക്ക് ചെയ്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, ചില ആൾട്ടറേഷൻസ് ഒക്കെ വരുത്താം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് അത്തരത്തിലോട്ടൊന്നും പോകണ്ട, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. സോ അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കൺസേൺ ആണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ശരി, അടുത്തതിലോട്ട് പോകാം. അപ്പോൾ അതർ നെയിം ഓർത്തോണേ, ഡീറ്റെയിൽഡ് റണ്ണിങ് ഓഡിറ്റ്. ഫൈനൽ ഓർ പീരിയോഡിക്കൽ ഓർ ആനുവൽ ഓർ കംപ്ലീറ്റ്, എത്ര പേരുകളാണ് അല്ലേ. എന്തൊക്കെയാണ്, ഫൈനൽ എന്ന് വിളിക്കാം, പീരിയോഡിക്കൽ എന്ന് വിളിക്കാം, ആനുവൽ എന്ന് വിളിക്കാം, കംപ്ലീറ്റഡ് എന്ന് വിളിക്കാം. നമ്മൾ തൊട്ട് പറഞ്ഞ കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ മറ്റൊരു വേർഷനാണ് എന്ത്, ഫൈനൽ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്താണ്, സാവകാശം ഓർഡർ വെയിറ്റ് ചെയ്യും. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവട്ടെ, അക്കൗണ്ടിങ് പീരീഡ് തീരുമ്പോൾ മാത്രമേ ആര് വരുള്ളൂ, ഓഡിറ്റർ വരുള്ളൂ. അതിന് മുന്നേ ഒന്നും ഓർഡർ വന്ന് ശല്യം ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇത് ഫൈനൽ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ഓഡിറ്റ്. കംപ്ലീറ്റഡ് ഇൻ ദ സെൻസ് എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ആര് വരുന്നത്, നമ്മുടെ ഓഡിറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈനൽ ഓഡിറ്റ് ഈസ് എൻ ഓഡിറ്റ് ദാറ്റ് കമൻസസ് ആൻഡ് ഈസ് കംപ്ലീറ്റഡ് ഇൻ എ സിംഗിൾ uninterrupted section at the close of the financial or trading period after the closure of the books of accounts and the preparation of financial statements. അപ്പോൾ ഇതിൻ്റെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ആഡ് ഓൺ ചെയ്തോട്ടെ. തൊട്ട് മുമ്പേ പറഞ്ഞ കണ്ടിന്യൂസ് ഓഡിറ്റിന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്താണെന്നറിയാവോ, അവിടുത്തെ ഓർഗനൈസേഷനിലെ വർക്ക് ഇൻറ്ററപ്റ്റഡ് ആവും അല്ലേ.
എന്തൊക്കെ പറഞ്ഞാലും ഈ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പോവുകയല്ലേ. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പ്ലനേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാനും എന്ത് ചെയ്യും, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ എന്ത് ചെയ്യും, അതിനെ സാരമായിട്ട് ബാധിക്കും. അവരുടെ കറണ്ട് വർക്ക് എന്ത് ചെയ്യും, തടസ്സപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ഓഡിറ്റാണ് ആര്, അപ്പോൾ ആ ഓഡിറ്റാണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിംഗിൾ അൺഇൻറ്ററപ്റ്റഡ് സെക്ഷൻ അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഓർ ട്രേഡിംഗ് പീരീഡ് ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എല്ലാം റെഡി ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി നമ്മൾ ആരോട് പറയുവാണ്, ഓഡിറ്ററോട് പറയുവാണ്. എന്ത് ഓഡിറ്റാണ്, ആനുവൽ ഓഡിറ്റാണ്. ഇനി പീരിയോഡിക്കൽ ഓഡിറ്റ്, ആനുവൽ ഓഡിറ്റ് നമുക്ക് എങ്ങനെ വിളിക്കാം, പീരിയോഡിക്കൽ എന്ന് വിളിക്കാം. പീരിയോഡിക്കൽ ഓഡിറ്റ്, ദ ഓർഡർ ഈസ് ഗിവൻ എ പൊസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് എ റിട്ടേൺ ടു ദ ക്ലയൻറ്റ് ഓൺലി ആഫ്റ്റർ ദ ഓഡിറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. എന്താണ് ഒരു പീരിയോഡിക്കൽ ഓഡിറ്റിൽ ദ ഓർഡർ ഈസ് ഗിവൻ ദ പൊസിഷൻ ഓഫ് ബുക്സ് ഓഫ്, എന്ത് ചെയ്യും, ഓഡിറ്റ് സമയത്ത് കമ്പനിയുടെ, കാരണം അതുവരെ കണ്ടിന്യൂസ്ലി അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ ഓഡിറ്റ് പീരീഡിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഓഡിറ്റർ വാങ്ങുന്നു. ദെൻ ആ ഒരു ഓഡിറ്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, ആ ക്ലയൻറ്റ് ഒരു ബിസിനസ് ആവാം അല്ലേ. അപ്പോൾ ഏത് ടൈപ്പ് ബിസിനസ്സാണോ അല്ലെങ്കിൽ കമ്പനിയാണോ അവർക്കത് ക്ലയൻറ്റിന് കൈമാറുന്നു. അതാ പറയുന്നത് ഇൻ പീരിയോഡിക്കൽ ഓഡിറ്റ് ദ ഓഡിറ്റർ ഈസ് ഗിവൺ ദ പൊസിഷൻ ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ആർ റിട്ടേൺ ടു ദ ക്ലയൻറ്റ് ഓൺലി ആഫ്റ്റർ ദ ഓഡിറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ട്രേഡിംഗ് പീരീഡ് അവിടെ തീരുന്നു. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളിലെ ഓഡിറ്ററിന് കൈമാറുന്നു. ഓഡിറ്റ് ചെയ്തതിന് ശേഷം അത് തിരികെ ഏൽപ്പിക്കുന്നു. ശുഭം അല്ലേ. ദിസ് ഫോംസ് എ ഓഡിറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ സ്മോൾ ബിസിനസ് ഹൗസസ്. ശരിക്കും സ്മോൾ ബിസിനസ് ഹൗസ് ആണെങ്കിൽ അവർ എന്തേ ഓപ്റ്റ് ചെയ്യുള്ളൂ, കണ്ടിന്യൂസിലോട്ട് പോയി കൂടുതൽ ചിലവ് ചെയ്യാൻ നോക്കുമോ, ഇല്ല. ഫൈനൽ ഓഡിറ്റ് തന്നെയായിരിക്കും അവർ ഓപ്റ്റ് ചെയ്യുക. In large business, periodical audit is rarely practicable as it would cause delay in the presentation of audited accounts. അപ്പോൾ നമ്മളിത് സ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ സ്മോൾ ബിസിനസ്സിനാണ് സ്യൂട്ടബിൾ. അതിനർത്ഥം ലാർജ് ബിസിനസ്സിന് ഇത്തരത്തിലുള്ള ഓഡിറ്റ് കണ്ടക്ട് ചെയ്തുകൂടാന്നുള്ളതല്ല. ഒരു ബിഗ് കൺസേൺ ആണ്. ന്യൂമറസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലും നല്ലത് കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. പക്ഷേ ഇഫ് അവരത് ആനുവൽ ഓഡിറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഓഡിറ്റിംഗ് ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ അല്ലേ, അത് എത്രത്തോളം താമസിക്കും. പ്രാക്ടിക്കലി ഇത്രയും കാര്യങ്ങൾ അത് വെരിഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ, ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അത്രത്തോളം ടൈം അവിടെ കുറച്ച് ലാഗ് ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ. ഫൈനൽ ഓഡിറ്റും കണ്ടിന്യൂസ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അത് എവിടേക്കാണ് സ്യൂട്ടബിൾ എന്നുള്ള കാര്യം പിടികിട്ടിയല്ലോ. അത്രയേ ഉള്ളൂ. The next one, interim audit. Interim audit, an audit conducted between two annual audits is called interim audit. അതെന്തിനാണ് നമ്മൾ ടു ആനുവൽ ഓഡിറ്റിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് കഴിഞ്ഞു, അടുത്ത ഓഡിറ്റിങ് എന്താണ്, അടുത്ത ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് അല്ലേ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസുകളും നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസീസുകൾ എടുക്കാൻ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, അതേത് ഓർഗനൈസേഷൻ ആണെങ്കിലും എന്താണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ്. ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു, ഒരു ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്കിനി ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അക്കൗണ്ടിങ് പീരീഡ് എൻഡ് വരെ വെയിറ്റ് ചെയ്യാൻ ഒരു എന്താണ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് കഴിഞ്ഞു, ദെൻ നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ എൻഡിന് വെയിറ്റ് ചെയ്യുവാണ്. പക്ഷെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ നമുക്കൊരു ഡിസിഷൻ എടുക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് എന്ത്, ഒരു ടെമ്പററി ഓഡിറ്റാണ് എന്ത്, ഇൻറ്റീരിയം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ വെയിറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട്, ഫൈനൽ ഓഡിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത്തരത്തിൽ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നു. കണ്ടിന്യൂസ് ഓഡിറ്റിന് ഇത് ബാധകമല്ല, കാരണം അതുവരിങ്ങനെ ഇറഗുലർ ഇൻ്റർവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ഫൈനൽ ഓഡിറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കൺസേൺ ആണെങ്കിൽ ഇൻറ്റീരിയം ഓഡിറ്റ് ഒരു അത്യാവശ്യ ഘടകമാണ്. ബിക്കോസ് എന്താണ്, അവർക്ക് അത്രയും വരെ വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, അവർക്ക് ആ ഡിസിഷൻ ഇൻറ്റീരിയം ഓഡിറ്റ് നടത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ഓഡിറ്റ് കണ്ടക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ടു ആനുവൽ ഓഡിറ്റ്. അപ്പോൾ എന്താണ് ഇൻറ്റീരിയം ഓഡിറ്റ്?
Audit conducted in between two annual audit. It is conducted for a part of the accounting year with some interim purpose. എന്തിനാണ് അക്കൗണ്ടിങ് എന്നൊരു പാർട്ടാണ്, ഒരു എന്താണ് സ്പെഷ്യൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സച്ച് പർപ്പസ് മേ ബി ദ ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റീരിയം ഡിവിഡൻസ്, ഇൻറ്റീരിയം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനോ, ഫിക്സിങ് ദ പ്രൈസ് ഓഫ് ദ ഷെയർസിൻ്റെ പ്രൈസ്, സോറി ഞാൻ എന്താണ് ഷെയർ ഡിക്ലെയർ ചെയ്യുക ഇൻ ദ സെൻസ് എന്താണ് ഷെയറിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിരിക്കും കേട്ടോ. നമുക്ക് ഷെയർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായാലും പ്രോഫിറ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്തതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഫിക്സിങ് ദ പ്രൈസസ് ഓഫ് ഷെയർസ് കേട്ടോ, ഞാൻ അവിടെ തെറ്റായിട്ട് പറഞ്ഞതെങ്കിൽ സോറി കേട്ടോ. In partnership firms, an interim audit is conducted in the event of admission, retirement, death of partner. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ നമുക്കറിയാമല്ലോ മേജറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം നമുക്കവിടെ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ നമുക്കവിടെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ അവിടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസുകൾ എടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം എന്താണ് അവിടെ ഇൻറ്റീരിയം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായാലും എന്താണ് ഇൻറ്റീരിയം ഓഡിറ്റ്. നമുക്ക് ഫൈനൽ ഓഡിറ്റിന് വെയിറ്റ് ചെയ്യാൻ വയ്യ, അതിന് മുന്നേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു. സോ നമ്മൾ ഇൻ ബിറ്റ്വീൻ ടു ഓഡിറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. പ്രധാനമായും ചെയ്യുന്നതിൻ്റെ പർപ്പസാണ് ഇവിടെ പറഞ്ഞത് ഇൻറ്റീരിയം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക, ദെൻ ഫിക്സിങ് ദ പ്രൈസ് ഓഫ് ദ ഷെയർസ് കേട്ടോ. ദെൻ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണ് എങ്കിൽ ഏതൊക്കെ ഒക്കേഷനിലാണ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, അതുപോലെ തന്നെ ഡെത്ത് ഓഫ് പാർട്ട്ണർ, ഇതിലെല്ലാം നമ്മൾ എന്താണ് ഇൻറ്റീരിയം ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ റേഷ്യൂസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ഓഡിറ്റ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റിംഗ് ഇൻഫർമേഷൻസ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. Cost audit is an audit of cost records to verify that the cost statements are properly drawn up and they present a true and fair view of the cost of production and the marketing of various products deal with by the undertakings. നമ്മൾ കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരിടത്തും ഓരോ എന്താണ് സ്റ്റേജസിലും ഉണ്ടാകുന്ന കോസ്റ്റുകളെ പറ്റിയിട്ടോ ടോട്ടൽ കോസ്റ്റുകളെ പറ്റിയിട്ടോ പെർ യൂണിറ്റുകളുടെ പറ്റിയിട്ടോ ഒന്നും നമ്മുടെ ബാലൻസ് ഷീറ്റിലോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ പറയുന്നില്ല. സോ അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സുകൾ പ്രോപ്പറാണോ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ, അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓഡിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സുകളാണ് അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർ പൊസിഷനാണ് ഒരു ഓഡിറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഓഡിറ്റിനെ എന്തെന്ന് വിളിക്കാം, അതിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓഡിറ്റിനെ എന്തെന്ന് വിളിക്കാം, കോസ്റ്റ് ഓഡിറ്റ് എന്ന് വിളിക്കാം. ഇത്രയേ ഉള്ളൂ, പേരിൽ തന്നെ ഉണ്ട്, ഒരു പാടുമില്ല അല്ലേ, പഠിക്കാൻ എളുപ്പമല്ലേ. ദ നെക്സ്റ്റ് വൺ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അടുത്ത എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് means a periodic review of the business to ensure sound and healthy business activities which covers all the areas of management like planning, organizing, coordinating, controlling. അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കണക്കുകൾ മാത്രം പരിശോധിക്കുക മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് വൈസ് എന്താണ് റെക്കോർഡ്സുകൾ, അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ, മാനേജ്മെൻറ്റ് സൈഡ്, ആ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് സൈഡും അവിടെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, റിവ്യൂ ചെയ്യും, പ്രോപ്പറായ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് പ്രോസസ്സുകൾ എങ്ങനെയാണ് അവർ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓക്കെ ഏത് രീതിക്കാണ് അവരുടെ വർക്കിംഗ് എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഓഡിറ്റ് എന്ന് വിളിക്കാം, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വിളിക്കാം. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഓഫ് ദ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ആസ് ഓഫ് ദ ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അവിടെയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ പോളിസീസും പ്ലാൻസുകളും എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്, അടുത്ത് എന്താണ് ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മളതിനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ് അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ എഫിഷ്യൻസിയെ മെഷർ ചെയ്യുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം.
പെർഫോമൻസ് ഓഡിറ്റും മാനേജ്മെൻറ്റ് ഓഡിറ്റും നമുക്ക് ഒരേപോലെ ഒരേ രീതിക്ക് വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഓഡിറ്റുകളാണ്. അപ്പോൾ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് പ്ലാൻസ്, procedures, policies, programs and operations formulated by the management. പെർഫോമൻസ് ഓഡിറ്റും ശരിക്കും എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് വരുന്ന ഒരു കേസ് തന്നെയാണ്. എടുക്കുന്ന പോളിസീസും പ്ലാൻസുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റാണ്, ടൈപ്പ് ഓഫ് ഓഡിറ്റാണ് എന്ത്, പെർഫോമൻസ് ഓഡിറ്റ്. പേരിൽ തന്നെയുണ്ട് പെർഫോമൻസ് ഇവാലുവേഷൻ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് എന്തിനാണ്, ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ എഫിഷ്യൻസിയെ അതെന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. So this is done to assess whether the organization is achieving economic efficiency and effectiveness in the employment of available resources. റിസോഴ്സസ് അല്ലേ അതിനകത്ത് ഇവിടെ പറയുമ്പോൾ ശരിക്കും ഓർഗനൈസേഷൻ്റെ ഓവറോൾ എഫിഷ്യൻസി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അവൈലബിൾ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കവിടെ അസസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസും മാനേജ്മെൻറ്റും ഒക്കെ നമുക്ക് ഒരുപോലെ പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓഡിറ്റുകളാണ്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റാണ് അവിടെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് സോഷ്യൽ ഓഡിറ്റ്. അപ്പോൾ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ഒരു ഓർഗനൈസേഷന് അല്ലേ, അപ്പോൾ അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. Social audit is related to social performance of an organization. It's a technique to understand, measure, verify, report on and to improve the social performance of an organization. അപ്പോൾ നമ്മൾ ഈ CSR ഉണ്ടല്ലോ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അപ്പോൾ മുന്നെയൊക്കെ നമുക്കത് ഓപ്ഷണൽ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ മാൻഡേറ്ററി ആണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് അത് സോഷ്യൽ വെൽഫെയറിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ് അല്ലേ. നമ്മൾ CSR പഠിക്കത്തില്ല, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ അതൊക്കെ അവരുടെ എത്തിക്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം അവർ ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതും അവിടെ റിവ്യൂ ചെയ്യപ്പെടും. സോ a business enterprise has to responsible for the welfare of society and is accountable to the public at large. അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവിടെ അസസ് ചെയ്യുന്നു, റിവ്യൂ ചെയ്യും. അതാണ് എന്താണ് സോഷ്യൽ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then tax audit. Tax audit എന്താണ്? Besides shareholders, parties such as tax authorities, bankers, creditors, labor representatives, investors, etc. are interested in financial information pertaining to an enterprise. അതായത് ഇപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, അവരുടെ ഫൈനൽ അക്കൗണ്ട്സുകൾ അല്ലെങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ശരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കാൻ നിൽക്കുന്ന ഒരുപാട് പേര് ഓർഗനൈസേഷനകത്തും പുറത്തുമുണ്ട്. നമുക്കവരെന്തെന്ന് വിളിക്കാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് കോമൺ ആയിട്ട് പറയാം അല്ലേ. ബിസിനസ്സുമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് മൊത്തത്തിൽ എന്തെന്ന് വിളിക്കാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ആവാം, ടാക്സ് അതോറിറ്റികളുണ്ട്, ഗവൺമെൻറ് ഉണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളവരെല്ലാവരും ഈ പറയുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ ബേസിലാണ് അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ട് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ all of them have their specific information requirement which may not necessarily be fulfilled by the general purpose of financial statements prepared primarily for the use of shareholders. Section 44B of the Income Tax Act provide a compulsory audit of accounts of certain person. അപ്പോൾ ചില കേസുകളിൽ ഈ പറയുന്ന ഓഡിറ്റ് പോരാഞ്ഞിട്ട്, അപ്പോൾ നമുക്കിവിടെ പ്രൈമറിലി ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിനും അവർക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് നടത്തുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. അത് പോരാഞ്ഞിട്ട് ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ച് സെക്ഷൻ 44B പ്രകാരം ടാക്സ് ഓഡിറ്റ് എന്ത് ചെയ്യാറുണ്ട്, സർട്ടൺ പേഴ്സൺ, അത് ചില സ്പെഷ്യൽ കേസസ് ആണ് കേട്ടോ. സർട്ടൺ പേഴ്സൺസ് എന്ത് ചെയ്യുന്നുണ്ട്, എഗെയിൻ ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു കേസും കൂടെ അവിടെ എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ടാക്സ് ഓഡിറ്റ്. സെക്ഷൻ 44B ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം നടത്താറുള്ള ഓഡിറ്റാണ് എന്ത്, ടാക്സ് ഓഡിറ്റ്. എല്ലാ കേസസിലും അല്ല, ഈ സർട്ടൺ പേഴ്സൺ എന്ന് പറയുന്നതിൽ ചില കണ്ടീഷൻസും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അവരാണ് അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ദെൻ ഗവൺമെൻറ് ഓഡിറ്റ്. ഗവൺമെൻറ് ഓഡിറ്റ്
is a systematic and professional examination of financial, administrative and other operation of a public entity, government company or government program by the government auditors. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുമ്പം ആരെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്? എന്താണ്? സിസ്റ്റമാറ്റിക് ആൻഡ് പ്രൊഫഷണൽ എക്സാമിനേഷനോ അവരുടെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റുകൾ, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് അഥവാ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റുകളെല്ലാം കൃത്യമായിട്ട് അവിടെ എക്സാമിൻ ചെയ്യുവാണ്. അതൊരു പബ്ലിക് എൻറ്റിറ്റി ആവാം, ഗവൺമെൻറ് കമ്പനി ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രോഗ്രാമുകളോ എന്താണ് ആകാം. ആരായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്ന? ആരായിരിക്കും? ഗവൺമെൻറ് ഓഡിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളും അവിടെ എക്സാമിൻ ചെയ്യപ്പെടും. പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രോഗ്രാംസുകളുമായിട്ട് റിലേറ്റ് ചെയ്ത വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ആരായിരിക്കും? ഗവൺമെൻറ് ഓഡിറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഡിറ്റിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ദെൻ ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസുകളുണ്ട്, അതുപോലെ ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനികളുണ്ട്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്, ഗവൺമെൻറ് കമ്പനികളുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസുകളും നമുക്ക് ഈ ഒരു കാറ്റഗറിക്കകത്ത് ഗവൺമെൻറ് ഓഡിറ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ടാക്സ് ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു നോർമൽ, അതൊരു ശരിക്കും ഒരു പർപ്പസ് ബേസ് ചെയ്തിട്ടുള്ള ഓഡിറ്റുകളാണ് അല്ലേ? ജനറൽ ഓഡിറ്റ് നമുക്ക് മാറ്റി നിർത്തി പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഏതൊക്കെ ടൈപ്പ് നോക്കി? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പറഞ്ഞു, ദെൻ ഇൻറ്റേർണൽ, കണ്ടിന്യൂസ്, ഫൈനൽ, പീരിയോഡിക്കൽ അല്ലെങ്കിൽ കംപ്ലീറ്റഡ്, അതർ നെയിംസുകൾ ഓർത്തിരിക്കുക, ഡിഫറൻസ് മനസ്സിലാക്കുക, ഇൻറ്റീരിയം ഓഡിറ്റിൻ്റെ പർപ്പസ് അത് ക്ലിയർ ആയിട്ടും ഓർത്തിരിക്കുക. ദെൻ കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ എളുപ്പമാണ്. കോസ്റ്റ്, മാനേജ്മെൻറ്റ്, പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ, സോഷ്യൽ ഒബ്ലിഗേഷൻ ഒക്കെ. ദെൻ ടാക്സ് ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്. ഓക്കെ, ഗവൺമെൻറ് ഓഡിറ്റിൻ്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണ്? ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ, ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസുകൾ, ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസുകൾ. ഇത്രയാണ് ടൈപ്പ് ഓഫ് ഓഡിറ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.